പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ കേന്ദ്ര സർക്കാർ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ നടപ്പാക്കുന്ന 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് തുടരുകയാണ്. കേരളത്തിലെ പല ജില്ലകളിലും നേരിയ സംഘർഷമുണ്ടായി, ഗതാഗത തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, യാത്രക്കാർ പെരുവഴിയിലായ സംഭവങ്ങളുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ട്രേഡ് യൂണിയനുകൾ ഇതിലൂടെ ആവശ്യപ്പെടുന്നത്? പല പ്രേക്ഷകരും ചോദിക്കുന്നു, ഈ വണ്ടികളുമൊക്കെ തടയുന്ന സമയത്ത് അവരോട് ചോദിക്കൂ എന്തിനാണ് ഈ പണിമുടക്കെന്ന്. എന്തിനാണ് ഈ പണിമുടക്കെന്ന് നമ്മൾ തനേഷ് തമ്പിയോട് ചോദിച്ചാൽ വാർത്താമുറിയിൽ നിന്ന് തനേഷ് തമ്പി ഇങ്ങനെയായിരിക്കും മറുപടി പറയുക. ഗുഡ് മോർണിംഗ് തനേഷ് തമ്പി. ഗുഡ് മോർണിംഗ് SKN. BMS ഒഴികെയുള്ള രാജ്യത്തെ പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയനുകൾ ആകെ പങ്കെടുക്കുന്ന ഒരു സമരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലാണ് ആ സമരം ഏറ്റവും അധികം പ്രതിഫലിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഈ സമരത്തിൽ പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യം 4 ലേബർ കോഡുകൾ പിൻവലിക്കുക എന്നുള്ളതാണ്. ഈ ലേബർ കോഡുകൾ എന്താണെന്നുള്ളത് ഞാൻ പിന്നീട് വിശദീകരിക്കാം. അതോടൊപ്പമുള്ള ആവശ്യങ്ങൾ, ഒന്ന് രാജ്യത്തെ വിലക്കയറ്റം തടയുക എന്നുള്ളതാണ്. മറ്റൊന്ന് പൊതുമേഖലാ ഓഹരി വിൽപ്പന അവസാനിപ്പിക്കുക എന്ന ഒരാവശ്യവും ഈ സമരം മുന്നോട്ട് വയ്ക്കുന്നു. മറ്റൊന്ന് സ്കീം വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കണം എന്ന ആവശ്യമാണ് സംയുക്ത ട്രേഡ് യൂണിയൻ മുന്നോട്ട് വയ്ക്കുന്നത്. മിനിമം വേതനം 26,000 രൂപയാക്കണം. അതോടൊപ്പം തന്നെ മിനിമം പെൻഷൻ 9,000 രൂപയാക്കി ഉയർത്തണം എന്നുള്ള ആവശ്യവും മുന്നോട്ട് വയ്ക്കുന്നു. വ്യവസായങ്ങളിലെ കരാർവൽക്കരണം പൂർണ്ണമായും അവസാനിപ്പിക്കണം. തുല്യ ജോലിക്ക് തുല്യവേതനം എന്ന തത്വം കർശനമായി നടപ്പാക്കണം. അതോടൊപ്പം തന്നെ 8 മണിക്കൂർ ജോലി എന്ന രീതി കർശനമായി പിന്തുടരണം എന്നുള്ള ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. ഇതിൽ 4 ലേബർ കോഡുകളാണ്. അത് രാജ്യത്ത് നിലനിന്നിരുന്ന 29 തൊഴിൽ നിയമങ്ങൾ 4 സംഹിതകളിലേക്ക് ക്രോഡീകരിച്ചാണ് ഈ ഒരു ലേബർ കോഡുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ സാമൂഹിക സുരക്ഷാ ചട്ടം, അതുപോലെ തന്നെ വ്യവസായ ബന്ധ ചട്ടം, തൊഴിൽ സുരക്ഷാ ചട്ടം, വേതന ചട്ടം എന്നിവയാണ് ഈ 4 ലേബർ കോഡുകൾ. ഇതാണ് ഏറ്റവും പ്രധാനമായും സംയുക്ത ട്രേഡ് യൂണിയൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ഇത് തൊഴിലാളി വിരുദ്ധമാണ് എന്നുള്ള ഒരു ആരോപണമാണ് ഉന്നയിക്കുന്നത്. സംഘടനാ പ്രവർത്തനത്തിന് ഇടുന്ന ഒരു കോഡുകളാണ് ഈ 4 ലേബർ കോഡുകളും. അത് മാത്രമല്ല, പ്രതിഷേധിക്കാനുള്ള അവകാശം പൂർണ്ണമായും നിഷേധിക്കുന്ന ഒരു സമീപനവും ഈ ലേബർ കോഡുകളിലൂടെ ഉണ്ടാകുന്നു എന്നുള്ളതും സമരക്കാർ ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിശക്തമായ പ്രക്ഷോഭം ഇക്കാര്യത്തിൽ തുടർന്നും ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പാണ് ഇന്നത്തെ പണിമുടക്കിലൂടെ ഈ സംയുക്ത ട്രേഡ് യൂണിയനുകൾ മുന്നോട്ട് വയ്ക്കുന്നത്. SKN. താങ്ക് യു തനേഷ് തമ്പി. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ